അപ്പോൾ കണ്ണൂരിലെ ഒരു മലയോര മേഖലയിലെ മാതൃകാ കർഷകന്റെ കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങൾ അറിയാനാണ് സജോ ദേവസ്യം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സംയോജിത കൃഷിയിലൂടെ വിജയഗാഥ തീർക്കുകയാണ് ചെറുപുഴ തിരുമേനി സ്വദേശിയായ കർഷകൻ ബേബി. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിളകളുടെ വൈവിധ്യവൽക്കരണം, ശാസ്ത്രീയ കൃഷിരീതി അവലംബിക്കൽ എന്നിവയെല്ലാം പുതിയ കാലത്ത് കൃഷി ലാഭകരമാക്കാൻ അനിവാര്യമാണ്. അത്തരം കൃഷി വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. റൈഡിംഗ് റിപ്പോർട്ടർ എത്തി നിൽക്കുന്നത് ചെറുപുഴ തിരുമേനി എന്ന സ്ഥലത്താണ്. അവിടെ മനയത്തുമാരിയിൽ ബേബിച്ചേട്ടൻ്റെ കൃഷിയിടത്തിലാണ്. ബേബിച്ചേട്ടൻ ഒരു സമ്മിശ്ര കർഷകനാണ്. ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ വിവിധങ്ങളായ വിളകൾ. ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട്, മറ്റ് വിവിധങ്ങളായ ഫലങ്ങൾ, ഒപ്പം ജാതി കൃഷി, അങ്ങനെ വിവിധങ്ങളായ കൃഷികളുണ്ട്. അദ്ദേഹം ഒരു മാതൃകാ കർഷകനാണ്. ഈ കൃഷിത്തോട്ടത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ വിശേഷങ്ങൾ എന്തെല്ലാമെന്ന് അറിയാം. പുതിയ കാലത്ത് കൃഷി എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. ഈ കാലത്തും ഇങ്ങനെ കൃഷിയിൽ ഉറച്ചു നിൽക്കുക, ഇങ്ങനെ പുതുപരീക്ഷണങ്ങൾ, വൈവിധ്യവൽക്കരണങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതെ അതെ, വെല്ലുവിളി വരുന്നതാണ് നമുക്ക് ആവേശം വാശിയും കൂടുതൽ ഉണ്ടാവാൻ കാരണം നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ള താല്പര്യം കൂടുതലുണ്ടാവും. എത്ര വയസ്സായി? എനിക്ക് 74 ആകാറായി. ഈ പ്രായത്തിൽ ഇങ്ങനെ ചെറുപ്പക്കാരനെ പോലെ ഓടി കിടക്കുന്ന കൃഷിയോടുള്ള അഭിനിവേശമാണോ? ഞാൻ 74 ആണെങ്കിലും ഞാൻ ചെറുപ്പക്കാരൻ്റെ അതേ എല്ലാ രീതിയും കാണും. ഞാൻ കണ്ണൂർ ഫോറസ്റ്റിൻ്റെ എംപാനിൽ പെടുന്ന ഒരു ഷൂട്ടറാണ്. അതിനെല്ലാം പോകുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ എന്തെല്ലാം ഈ ഫലങ്ങൾ തന്നെ, നമ്മൾ ഈ ഫ്രൂട്ട്സ് തന്നെ നോക്കിയാൽ എത്ര ഏതൊക്കെയുണ്ട്? ഫ്രൂട്ട്സ് മംഗോസ്റ്റിനുണ്ട്, അതുപോലെ റംബുട്ടാനുണ്ട്. സമ്മിശ്ര കൃഷിയാണ്. അതായത് ഒരു കൃഷിയിൽ എല്ലാ കൃഷിയും കൂടെ വേണമെന്നുള്ളതാണ്. ഒരു കൃഷി തന്നെയായി കഴിഞ്ഞാൽ അതിന് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത കൃഷി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ സമ്മിശ്ര കൃഷിയാണെങ്കിൽ ഒന്ന് പോയാൽ വേറൊന്ന് ആദായം കിട്ടണം. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇപ്പോൾ നല്ല മാർക്കറ്റ് ഉണ്ടോ? എന്താണ് സ്ഥിതി കർഷകർക്ക്? പക്ഷേ ഇതിനെപ്പറ്റി കാര്യമായൊരു മധുരം വരാത്തതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി വരുന്നേ ഉള്ളൂ. ഇതിനൊന്നും മൂല്യം കൂടുതലുണ്ട്. വാല്യൂ ഒന്നാണ്, നല്ല എല്ലാ വിറ്റമിൻസും ഉണ്ട്, മനസ്സിലായി വരുന്നേ ഉള്ളൂ. റംബൂട്ടാൻ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണ് തന്നെ. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഇത് കിളിയൊക്കെ കൊത്താതിരിക്കാൻ വലയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ശരിക്കും റംബൂട്ടാൻ കൃഷി കർഷകരെ സംബന്ധിച്ച് ലാഭകരമാണോ? ഇങ്ങനെ ലാഭകരമാണ്. നമ്മൾ ഇൻ്റർപ്ലാന്റായിട്ട് ചെയ്യാം. പിന്നെ ഇൻ്റർപ്ലാന്റ് അല്ല, നല്ലത് തനിവളയായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇൻ്റർപ്ലാന്റായിട്ട് ചെയ്തിരിക്കുന്നത്. സംരക്ഷണം അത്രത്തോളം എളുപ്പമാണോ? ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഈ നെറ്റിടുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമാണ്. ഇത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അത് കാലാകാലങ്ങളിൽ വേണ്ട പ്രൂണിങ് ചെയ്തിരിക്കണം. മാർക്കറ്റ് അങ്ങനെ വല്ലാതെ ഇടിയുന്നൊരു സാഹചര്യം ഇല്ല. മാർക്കറ്റ് തമിഴ്നാട്ടിൽ ഈ സാധനം പിടിക്കില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് എത്രയാണെങ്കിലും കയറി പോകും. അതുകൊണ്ട് കേരളത്തിൽ ഇത് കൃഷി വിജയകരമായിട്ടാണ് കാണുന്നത്. കൊക്കോ കൃഷിയുള്ളൊരു മേഖലയാണ്. കൊക്കോയ്ക്ക് ഈ വർഷം 1000 രൂപ വരെ അല്ലേ, 900 രൂപ വരെ വില വന്നു അല്ലേ? 900-ന് ഞാൻ വിറ്റതാണ്. ഉണക്ക കായ 900-ന് മിച്ചം വില വന്നു. ഇപ്പം ആ വിലയില്ല, ഇപ്പം അല്പം താണുണ്ട്. 550-600 രൂപ നിൽക്കും. കൊക്കോയൊക്കെ നമുക്കാണെങ്കിൽ ഇന്റർപ്ലാന്റ് ആയിട്ട് നമുക്ക് ഈ കവുങ്ങിന്റെ ഇടയിലൊക്കെ ചെയ്യാൻ പറ്റും. വെക്കണം എങ്കിലേ നമുക്ക് കൃഷി ലാഭകരമാവുള്ളൂ. ഒന്ന് പോയാൽ വേറൊന്നും കിട്ടണം. ആ രീതിയിലേക്ക് കൃഷി കൊണ്ടുവരണം, എങ്കിലേ ലാഭകരമാവുള്ളൂ. നമ്മുടെ ബേബിച്ചേട്ടനുണ്ടോ, നലം തികഞ്ഞ എല്ലാം തികഞ്ഞൊരു കർഷകനാണ് കേട്ടോ. എല്ലാത്തിനെ കുറിച്ച് നല്ലതുപോലെ പഠിച്ച് എന്താണ് കർഷകന് ലാഭം തരുന്നത്, ഓരോ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയ്ക്ക് പറ്റിയ കൃഷി എന്താണ്, അങ്ങനെയൊക്കെ പഠിച്ച് ചെയ്യുന്നതാണ്. ഈ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, വൈവിധ്യങ്ങളുടെ ഒരു ലോകം തന്നെയുണ്ട്. വല്ലാത്തൊരു അനുഭവം കേട്ടോ. ഇതാണ് ജാതി. ജാതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു വിള തന്നെയാണ്. ജാതി പത്രി എന്ന് പറയുന്നതേ
സ്വർണത്തിന്റെ മൂല്യമാണെന്നാണ് ഒരു വെപ്പ് അല്ലേ ചോദിച്ചേട്ടാ? ജാതി ഒത്തിരി നല്ല ഡിമാൻഡുള്ള സാധനമാണ്. ഏത് സമയത്തും നമുക്ക് കേരളത്തെക്കാളും ഒത്തിരി വാല്യൂ ഉള്ളത് പുറത്ത് ഔട്ട്സൈഡിലേക്ക് നല്ല വിലയുണ്ട് ഇതിന്. നല്ലതുപോലെ പരിചരണം ആവശ്യമാണ്. അത് ആവശ്യമില്ല. അത് പുകയൊന്നും പിടിക്കരുത്. നല്ല ഫ്ലവറായിട്ട് തന്നെ പരാഗണം പരാഗണം ഈച്ച വഴി ഓട്ടോമാറ്റിക്കാണെന്നുള്ളൂ. ട്രയലിട്ട് ഉണങ്ങണം നമ്മൾ. പുക പിടിക്കരുത്. പുക പിടിച്ചാൽ അതിന് ക്വാളിറ്റി കുറയും. തിരുമേനിയുടെ സ്വന്തം ബേബിച്ചേട്ടൻ്റെ സംയോജിത കൃഷിയിലെ വൈവിധ്യവൽക്കരണത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത വിജയത്തിൻ്റെ കഥകളി വിശേഷം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യ, 24 കണ്ണൂർ. മോഹൻ പറയുന്നുണ്ട് ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ ബേബിച്ചേട്ട. ഏജീസ് ജസ്റ്റ് നമ്പർ തീർച്ചയായിട്ടും ഇൻസ്പയറിംഗ് ഒരു ഫാമറാണ്. ആ വിഭവങ്ങളൊക്കെ, ആ പഴങ്ങളൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന തോട്ടം, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ആ പച്ചപ്പൊക്കെ ഒന്നുകൂടെ ഒന്ന് തെളിഞ്ഞു വന്നപ്പോൾ അതിമനോഹരമാണ് ആ കാഴ്ചകൾ.